Okay, I think it's silver. Chocolate. Maybe it's earrings or ring. നിന്റെ പണിയാ ഞാൻ രാവിലെ അടിച്ച് വൃത്തിയാക്കിയിട്ട്. ദൈവമേ, ഇത് ഫുള്ള് ആര് വൃത്തിയാക്കും? എനിക്ക് സംശയമുണ്ട് നിനക്ക് പറയണമെന്ന്. അപ്പോൾ ഇന്നും നാളെ എനിക്കും അവൾക്കും അവധിയാണ്. അപ്പോൾ 2 ദിവസം ഞങ്ങളങ്ങ് ചെറിയ രീതിയിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യ, മണി 2:30. ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഒരു ചായ മാത്രം കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇച്ചിരി ഭക്ഷണം കഴിക്കണം. ഒരു ചെറിയ ബർത്ത്ഡേയുടെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ഒന്ന് ഒപ്പിച്ച് വെക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മീൻകറിയാണ്, തെരണ്ടി മീനാണ് വറുത്തരച്ച് വെച്ചത്. അത് ഇന്നലെ രാത്രി ഞാൻ ആക്കി വെച്ചു, കാരണം ഒരു ദിവസം മുമ്പ് വെച്ചാൽ മീൻകറിയൊക്കെ. ഇത് ഉള്ളിത്തണ്ട് തോരൻ വെച്ചത്. പിന്നെ ഇത് നത്തോലി വറുത്തത്, നത്തോലി അല്ല, നങ്ക് വറുത്തത്, മറക്കി നങ്ക് വറുത്ത് വെച്ച്. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കോല് കലങ്ങിപ്പോയി. എന്നാന്നോ ചക്കക്കുരു കുറച്ച് ദിവസമായിരുന്നു കിട്ടിയിട്ട്. അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തിരുന്ന ചീത്തയാണ് ഞാൻ വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നു. ഫ്രീസറിൽ ഇരുന്ന് അത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വെന്ത് പോകുന്ന ഒരു പരുവം വരില്ല. അപ്പം കുറച്ച് കുരു വെന്തും പോയി, കുറച്ച് കുരു വേഗം ഉണ്ടായില്ല. അപ്പോൾ ഒരു വിസിലൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കുറച്ച് കുരു ഇങ്ങനെ കല്ലച്ച് കിടക്കുന്ന മാതിരി. അപ്പോൾ അത് വീണ്ടും വേകാൻ വേണ്ടിയിട്ട് വെച്ചപ്പോഴേക്കും മുരിങ്ങക്കോലൊക്കെ കലങ്ങിട്ട്. കപ്പ, ഉണക്കക്കപ്പ കേട്ടോ, എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഉണക്കക്കപ്പ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂടെ വൻപയർ, കപ്പയും പയറും കൂടെ ഇത് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഈ കപ്പയും പയറും കൂടെ വേവിച്ചിട്ട് ഇത് മാമ്പഴപ്പുളിശ്ശേരി. ഒരു മാങ്ങ മേടിച്ചിട്ട്, ഒരു വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിരിക്കും. ഇത് കുറച്ചും കൂടെ വിടാനാണ്. ഞാൻ മോര് ഉറയൊഴിക്കണം കേട്ടോ. ഇവിടെ തന്നെ നാട്ടിലെ പോലെ തന്നെ മോര് ഉറയൊഴിച്ചാണ് ഞാൻ മോര് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. കുക്ക് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ എന്നാന്ന് വെച്ചാൽ വേറെ കിച്ചണിൽ ആൾക്കാരുണ്ടായിരുന്നു കുക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ പ്രവാസി കിച്ചണൊക്കെ നമ്മുടെ മാത്രം സ്വന്തം എല്ലാവരും കൂടെ ഷെയർ ചെയ്തൊക്കെയല്ലേ കുക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കുക്ക് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ. എനിക്ക് എന്തായാലും വിശക്കണം. ഞാൻ ഇച്ചിരി കപ്പയും മീനും കൂടെ എടുത്ത് കഴിക്കാൻ പോവാണ്. എന്തായാലും ഞാൻ എടുക്കട്ടെ, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. തെരണ്ടി കേട്ടോ, തെരണ്ടി മീൻ കറി. തെരണ്ടി മീനാണ് വറുത്തരച്ച് വെക്കണ്ടത്. കൂട്ടത്തിൽ നങ്കിൻ്റെ വാലാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ഒരു കഷ്ണം മീനും കൂടെ. സാധാരണ നമുക്ക് വറുക്കുമ്പോൾ വറുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വാല് ആ ചൂടോടെ തന്നെ കഴിക്കും. ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പോൾ റൂമിലോട്ട് പോട്ടെ കഴിക്കാൻ പോവാണേ. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൂണും കഴിഞ്ഞ് ചായ കുടിക്കാൻ നേരമായപ്പോഴാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ എന്താ പ്ലാനിങ് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. നാളെ അക്വാ പാർക്കിൽ പോകണമെന്ന് വിചാരിക്കുന്നു. എന്നാണ് രാവിലെ അവളുടെ സ്വഭാവം എപ്പോൾ എണീക്കൊന്നൊന്നും അറിയത്തില്ല. രാവിലെ എണീറ്റ് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരണമെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ എണീക്കണം എന്ന് പറഞ്ഞാൽ എപ്പോൾ എണീക്കും എന്നുള്ളത് കണ്ടറിയാം. കഴിച്ചു കഴിഞ്ഞു. നല്ല എരിവുണ്ട്. കഴിഞ്ഞ ദിവസം മീനച്ചാറിട്ടത് കുറേ ആയി കുഞ്ഞിക്ക് എന്തെങ്കിലും കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൂണ കിട്ടിയപ്പോൾ, ടൂണ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ടൂണ കിട്ടിയപ്പോൾ കുറച്ച് അച്ചാറിട്ടു. കുറച്ച് അച്ചാറിട്ടുള്ളൂ, കാരണം നല്ല പീസ് കുറച്ച് ഇട്ടായിരുന്നു. വേറെ കാണണം. അയ്യോ, എവിടെ? വന്നല്ലോ. വെള്ളം മാറണം. നല്ല ചൂടല്ലേ വെള്ളത്തിന്. അപ്പോൾ വെള്ളം എടുത്ത് കുറച്ച് നേരം വെച്ചിരുന്ന് കഴിഞ്ഞാൽ തണുക്കും. എന്നിട്ട് വേണം ഇതിൻ്റെ വെള്ളം മാറ്റണം. ചിതിരി പെണ്ണേ, ബൈ.
ഇപ്പോൾ തൽക്കാലം മൂടിയിരി ഞാൻ വെള്ളം എടുത്തോട്ടെ. അപ്പോൾ ഇത് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചിട്ട് ഇതുപോലെയൊക്കെ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പോൾ ഇതൊക്കെ മതിയല്ലോ, ധാരാളമല്ലേ. ഒരു ചെറിയ സ്റ്റാറൊക്കെ അതിനകത്ത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ 2 ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് കമ്മലാണ് കേട്ടോ, ചെറിയൊരു സ്റ്റഡ്, അവർക്ക് ചെറിയ സ്റ്റഡാണ് ഇഷ്ടം. അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. കൂടുതലൊരു കുഞ്ഞു മോതിരം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും എന്തായാലും പ്രതീക്ഷിക്കില്ല എന്നറിയാം. അപ്പോൾ ചെറിയൊരു ടാസ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ കമ്മൽ കാണാതിരിക്കാനായിട്ട് ഇത് മറിച്ച് ഞാൻ വെച്ചു കേട്ടോ, ചെയ്തുണ്ട് സ്പോഞ്ച്. അപ്പോൾ ഹൈഡ് ചെയ്ത് വെച്ച് കാണത്തില്ല. പിന്നെ വെറുതെ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാലും കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് കിൻഡർ ജോയിയുടെ ഒരു ചോക്ലേറ്റ് മേടിച്ചെന്ന് വന്നിരുന്നു. പക്ഷേ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ചോക്ലേറ്റ് ഇച്ചിരി വലുതും ബോക്സ് ചെറുതായിട്ട്. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു വേറൊരു ചെറിയ ചോക്ലേറ്റ് ഇരുന്നു, അതെടുത്ത് വെച്ച്. പക്ഷേ അത് വെച്ചിട്ട് ബോക്സ് അടയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. തൽക്കാലം ഒപ്പിച്ചവിടെ വെച്ച്, കാരണം ആൾ നേരെ താഴെ എത്തിയിട്ടുണ്ട്, ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ. പിന്നെ മോതിരം എന്തെങ്കിലും വെക്കണമല്ലോ, അല്ലെങ്കിൽ വെച്ചില്ലെങ്കിൽ ഫുള്ളും ഇതായിപ്പൊന്ന് മനസ്സിലാവും. അപ്പോൾ മോതിരം അങ്ങനെ തന്നെ വെച്ചു. മറ്റേ കമ്മലാണ് ഹൈഡ് ചെയ്ത് വെച്ചത്. എൻ്റെ കയ്യിൽ ആളുടെ വെസ്റ്റ് ചെയിൻ ഇരിപ്പുണ്ടായിരുന്നു, അത് പൊട്ടിയിട്ടൊന്ന് വിളക്കാനായിട്ട് കൊണ്ടുവന്നില്ല. അപ്പം അതിനൊരു കൊടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. ആൾ തന്നെ വാങ്ങിച്ചതായിരുന്നു, അതിന് ചെറിയ ഡാമേജ് വന്നിരുന്നു. അപ്പോൾ അതൊന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തട്ടിക്കൂട്ട് പരിപാടി ഇവിടം വരെ എത്തി. കൂട്ടത്തിലൊരു ഡ്രസ്സും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും എല്ലായിടത്തും സംഭവിക്കാറുള്ളത് തന്നെ ഇവിടെ സംഭവിച്ചു കേട്ടോ. ഞാനിത് അറേഞ്ച് ചെയ്ത് തീരുന്നതിനും പാടെ അവൾ വന്ന് കയറി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പുറത്തിറക്കി വെച്ച് വീണ്ടും കയറ്റിയതാണ്. അഴിച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത്. ഇതിപ്പോ ആരുടെ ആഘോഷിച്ച എന്റെ തലവഴി പൊഴിയിട്ട് ഇതിങ്ങനെയാണ് അല്ലാതെ ആദ്യം അയ്യോ, ഇതിനെ ആര് വൃത്തിയാക്കും? നിന്റെ പണിയാ. ഓ മൈ ഗോഡ്, ജോയലുക്ക ഇതല്ലേ? അതെനിക്കറിയാം, മനസ്സിലായി. ഏത് അക്ഷയ ജ്വല്ലറി? ഈ ജോയലുക്ക സെന്റല്ലേ? എന്തോ അതിന്റെ അറിഞ്ഞാണോ? അത് ജോയിൻ ചെയ്തല്ലേ? ഞാനല്ലേ ശരിയാക്കി വെച്ചേ. എവിടെയാ അത് ജോയിൻ ചെയ്തേ? അത് ഇവിടെ കണ്ടപ്പോ അത് കാണുന്നില്ലല്ലോ. ഇനി മേലെങ്കിലും ഇതാ ഈ ടൈപ്പ് ആവരണം മേടിക്കണം, പൊട്ടിപ്പോയി അവിടെ വെച്ചിട്ട്. ഓ മൈ ഗോഡ്, ഐ നോ. ഇതെന്താ, ഞാൻ വിചാരിക്കുന്നു ഇത് സിൽവർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് സിൽവർ. ചോക്ലേറ്റാ. സോ ദിസ് വൺ ഐ നോ ദിസ് ഇസ് ഗോൾഡ്, ബട്ട് ഐ തിങ്ക് ഒന്നെങ്കിൽ ഇയറിങ്സ് ആയിരിക്കും അല്ലെങ്കിൽ റിംഗ് ആയിരിക്കും. പക്ഷെ കഴിഞ്ഞ ഐ നോ മേ ബി ഇറ്റ്സ് ഇയറിങ്സ് ഓർ റിംഗ്. താങ്ക് യു. ഇതിൻ്റെ കഴിഞ്ഞ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ ബർത്ത്ഡേയുടെ, ഇത് ഈ ബർത്ത്ഡേയുടെ. പക്ഷെ ഇത് എവിടെ ഇടൂ? ഇപ്പുറത്തെ കയ്യിലിടും. അവിടെ നീ നെയിൽ ചെയ്തോ? കയറൂല. ഇപ്പുറത്തെ വിരലിട്, ഇപ്പുറത്തെ കൈയുടെ വിരലിട്. കയറിയാ? വലത് കയറി നമ്മൾ ഫുഡ് കഴിക്കുന്നല്ലേ? അതിനെന്താ? അത് ഈ കയ്യിലിടും, ഇപ്പുറത്തെ ഈ വിരലിലിട്ട് നോക്കി. ഫുഡ് കഴിക്കണം എന്ന് ഓർത്ത് എന്താ പ്രശ്നം? ഫുഡ് നല്ലതല്ലേ? ഓ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതോടെ വാങ്ങിച്ചാൽ ഞാൻ ഓൾറെഡി ഒരു റിംഗ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ. പുതിയ ജ്വല്ലറിയാ ഇത് കഴിഞ്ഞ ബർത്ത്ഡേ. ഒരു കല്ലേ പോയിട്ടുള്ളൂ, ബാക്കിയല്ലോ. കല്ല് പോയാ? ഒരെണ്ണം, ഒരു കല്ല്. അത് കുഞ്ഞു കല്ലല്ലേ പോയാലോ? ഇത് ഈ ബർത്ത്ഡേ. ഞാൻ വിചാരിച്ചൊരു ഐഫോൺ 80 Pro Max ഒക്കെ ആയിരിക്കും. അല്ല 18 അല്ല, ഒരു 70 Pro Max ഒക്കെ ആയിരിക്കും വിചാരിച്ചു. കുഴപ്പമില്ല. ഓക്കെ, ഒരു ഗിഫ്റ്റും കൂടെ ഇരിപ്പുണ്ട്. ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിച്ചോ. ടാസ്കാ. ആ ടേബിളിൽ തന്നെ ഉണ്ട്.
ഇതല്ലേ? അതൊക്കെ അതല്ലേന്ന് ചോദിച്ചാൽ അത് മനസ്സിലായ ഗിഫ്റ്റാന്നുള്ളത്. ആ കണ്ടുപിടി. ചോക്ലേറ്റ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഇത് തന്നെ സൂപ്പർ ചോക്ലേറ്റ്. 3 ഉണ്ടായിരുന്നു, 2 ഞാൻ തിന്ന് ബാക്കിയാ. ആ ടേബിളിൽ തന്നെ ഉണ്ട്. റൂം കിടക്കണം. നിന്റെ പണിയാ. ഞാൻ രാവിലെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ദൈവമേ ഇത് ഫുള്ള് ആര് വൃത്തിയാക്കും? കേൾക്കുമ്പോ ഇത്ര വെച്ചിരുത്. മീനെ വെറുതെ വിട്ടൊരു പാവം കേടി. കേക്കിന്റെ പുറത്തല്ല നീ മിഠായി വരക്കിയിട്ട്. ഇതിനകത്ത് വല്ല ഇരിപ്പുണ്ടോ? ഇല്ല, ഇത് ചോക്ലേറ്റ്. എടുത്ത് കേക്ക് മുട്ടരുത്, തട്ടരുത്. എല്ലാം വേറെന്ത് ഗിഫ്റ്റാ? ഈ ഹാപ്പി ബർത്ത്ഡേ ഉണ്ടല്ലോ ബ്ലാക്ക്. ഞാൻ പിങ്ക് വേറെ ആവശ്യത്തിന് മേടിച്ചായിരുന്നു. പക്ഷെ തപ്പി കണ്ടുപിടിക്കേ ഗിഫ്റ്റാണ്. ഇതും ഒരു ഗിഫ്റ്റായിരുന്നു. അതിനോ ഡ്രസ്സ് എല്ലാ വർഷം കിട്ടുന്നതാണ്. എനിക്ക് ഒരു സംശയം ഉണ്ട് നിങ്ങൾക്ക് പാകണമെന്ന്. ഓക്കെ, ഇതല്ലാണ്ട് ഇനി വേറെന്താ? ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്, കണ്ടുപിടി. ഓ മൈ ഗോഡ്, ഈ ടേബിളിൽ തന്നെ ഉണ്ടെന്നാ പറഞ്ഞ. കേക്കായിരിക്കും, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് വല്ല ഉണ്ടോ? ഇതിൽ കാണാൻ എന്തോ ഉള്ളേ? ഇതിനകത്തൊന്നും ഇല്ലല്ലോ. മറ്റേത് അത് കമ്പനി പാക്കിങ് കഴുത. ഒരു സിമ്പിൾ കേക്ക് കിട്ടി. സാവകാശം കണ്ടുപിടി. തിരി എത്തിക്കടി. ഹാപ്പി തിരികെത്തണ്ട, കത്തിച്ചാൽ മാത്രം മതി. ചെറിയ കേക്ക്. എ സി കിടന്നിട്ട് എ സി ഓഫ് ചെയ്യും. അല്ലെങ്കിലും വലിയ കേക്ക് വാങ്ങിച്ചിട്ട് ആരും കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല. വലിയ കേക്ക് മേടിക്കാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തായിരിക്കും. ഇനിയിപ്പോ ഇത് ഇവിടെയല്ല നാട്ടില് വയ്യാത്ത കുറെ കുട്ടികൾ, അതായത് നോക്കാനൊന്നും ആരും ഇല്ലാത്ത പാവപ്പെട്ട കുറേ കുട്ടികൾ, അതായത് എന്താ പറയണേ, ഓട്ടിസം അല്ല, ആ ഓട്ടിസം വന്ന പിള്ളേരും ഉണ്ട്, അല്ലാണ്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾ കുറേ പേര്, കുട്ടികൾ മാത്രമല്ല വലിയൊരു മുതിർന്നവരായിട്ടുള്ളവരും ഉണ്ട്. അവിടേക്ക് കേക്ക് കട്ട് ചെയ്യാനും പിന്നെ എന്തെങ്കിലും ജ്യൂസോ ഫ്രൂട്ട്സോ പായസോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞുള്ളവരെ കൊണ്ടു. നമ്മളിവിടെ കേക്ക് മേടിച്ചിട്ട് നമ്മൾ ഒരു ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി വേസ്റ്റ് ആയി പോകുന്നില്ലല്ലേ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവരോട് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ. അതെ, നല്ല കാര്യം, നല്ല കാര്യം. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ചെയ്യണം. സ്നേഹ വീട് ഒഫീഷ്യൽ, സ്നേഹസാധനമല്ല, സ്നേഹസാധനം വേറൊന്നാണ്. സ്നേഹസാധനം ഉണ്ടോ? ആ, ഞാൻ ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അതിനോ. അതിനകത്ത് കേക്കിന് വേണ്ടിയിട്ട് എന്താ ഒരു ആവശ്യത്തിന് കേക്ക് കട്ട് കൊടുത്ത് ഒരാ കേക്ക് കഴിച്ചിട്ട് ഭയങ്കര ഇമോഷണലി കേട്ടിരിക്കാൻ പറ്റുന്നില്ല. മെഴുതിരി ഉരുകി കേക്കിൽ വീഴുന്നടേ. കട്ട് ചെയ്തിട്ട് കെടുത്തേരും. ഇത്രയും അടുത്ത് എന്നെയും കൂടെ കിട്ടണ്ടേ? ഹാപ്പി ബർത്ത്ഡേ പൊന്നി, ഹാപ്പി ബർത്ത്ഡേ പൊന്നച്ച, ഹാപ്പി ബർത്ത്ഡേ പൊന്നിക്കുട്ട. നമ്മുടെ പൊന്നിക്ക് ഹാപ്പി ബർത്ത്ഡേ. അതെ, ഇങ്ങനെ വരും. മെൽറ്റിങ്. എൻ്റെ ഫേവറേറ്റ് കേക്ക് ഓക്കെ, മാംഗോ മെൽറ്റായി തുടങ്ങി. ഫുള്ള് ക്രീമാണ്, പക്ഷെ നല്ല. അങ്ങനെ പൊന്നിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ പ്രാവശ്യം അവിടെയൊക്കെ ഉണ്ടായിരുന്നു ആഘോഷിക്കുന്നത്. വലിച്ചു വരിയിട്ടിരിക്കുക സാധനങ്ങളെല്ലാം. നിന്റെ പണിയാണ് ഇതെല്ലാം വൃത്തിയാക്കല്. അയ്യോ, അല്ല നമ്മളുണ്ടോ അടിയുണ്ട്. അയ്യോ പേരില്
നമ്മളൊന്ന് ടാസ്ക് കണ്ടുപിടി ആ ടേബിളിൽ തന്നെയുണ്ട്, കണ്ടുപിടിച്ചോ. കേക്കിനകത്തൊന്നുമില്ല, വെറുതെ ഭക്ഷണം അലമ്പാക്കരുത്. ആപ്പ ഊപ്പ ഗിഫ്റ്റ് അതിനകത്തോണ്ട് മുടി കിട്ടരുത് പാവത്തിന്റെ ചുന്ദര. നീ എന്തെങ്കിലും കണ്ടോ? സോ സിമ്പിൾ. ഷീറ്റ് പൊക്കാനില്ല, കാരണം അതിനടിയിലൊന്നുമില്ല. എടി ഇത്രയും ഇത് സാധനമാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഇത് വാക്കുമെങ്കിലും വേണ്ടി വരില്ല. കണ്ടുപിടി സമയമില്ല, സമയം പോന്നു. ഈ ടേബിളിലുണ്ട് ഇത്രയും ഭാഗത്ത്. എനിക്ക് മനസ്സിലായി. കണ്ടുപിടി. ഒന്നേ ഇല്ല. നിന്റെ ഫോണിനകത്തില്ല. എന്തുവാ ഹൈഡ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം നോക്കൂ. എന്നാലും ഇതെവിടെ പോയി? മേളിൽ കാണുന്ന അത്രയുള്ള ഏരിയയിലുണ്ട്. കണ്ടുപിടി. വെറുതെ അങ്ങനെ ഗിഫ്റ്റ് എടുത്ത് പോക്കറ്റ് ഇട്ടോണ്ട് പോയാൽ ശരിയാവൂല. ഇച്ചിരി കഷ്ടപ്പെടും. ആ നീ എനിക്ക് അന്ന് തന്ന ടാസ്ക് ഇല്ലേ, നീ എനിക്ക് ടാസ്ക് തന്നില്ലേ, പക വീട്ടുകാന്ന് വിചാരിച്ചോ. കണ്ടുപിടി. ചെറിയ എന്തോ സാധനമാണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് കാണാത്തത്. നേരത്തെ കാണുമായിരുന്നു. ബുദ്ധി ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ അത് നടക്കൂല. ഈ മിഠായിയാണോ? മിഠായിയാണോ വലിയ സംഭവം? ഓ കമ്മലാണല്ലേ. ആ കമ്മലും ഉണ്ടല്ലേ. പക്ഷെ ഇത് പിങ്ക് കളറിലെ കല്ലൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഇത് മാത്രമേ തുറക്കാനേ ഉള്ളൂ, ബാക്കി രണ്ടെണ്ണത്തിന്റെ കവർ എടുത്ത് നോക്കിയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇരുന്നോണ്ട് പിന്നെ കാണാനും പറ്റിയില്ലല്ലോ ഗോൾഡ് കളർതാ. അതുകൊണ്ടാണല്ലോ നീ ഇത്ര നേരം കിടക്കണം തപ്പിയത്. ഓ താങ്ക് യു. എവിടെ കാണിച്ച സാധനം? അവിടെ കടിയിരിക്കും, അവിടെ കടിയിരിക്കും. കമ്മൽ. ഓ മൈ ഗോഡ്, ഐ ഗോട്ട്. തിരിച്ചു കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ അടുത്ത ബർത്ത്ഡേക്ക്. എക്സ്പെക്ടേഷൻ 2 weeks രണ്ടാഴ്ച. ഞാൻ വിചാരിച്ചു രണ്ടും കൂടെ ഒരുമിച്ച് അമ്മ വാങ്ങില്ല. 3 മാസമായി. അക്ഷയ തൃതീയക്ക് വാങ്ങിച്ചു വെച്ചത്. ഇവിടെ മോതിരടിച്ചുമാരില്ല നടക്കുന്നത്. ഒരു മോതിരം കുടറിയണ്ട, മറ്റേ മോതിരം. ഹാപ്പി ബർത്ത്ഡേയുടെ ബ്ലാക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. അത് ഇട്ട് വന്നപ്പോഴേക്കും കുറെ അക്ഷരങ്ങൾ ഇല്ല. ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ മേടിച്ച് ഉപകാരപ്പെട്ടു, എല്ലാവർക്കും ഇല്ല. വേറെ ഒരെണ്ണം കൂടെ ചുമ്മാ മേടിച്ചതാ, അത് ഉപകാരപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പിങ്കിന്റെ കുറച്ചും ബ്ലാക്കിന്റെ കുറച്ചും. അത് ഒരാഗ്രഹത്തിന് വാങ്ങിച്ച. എല്ലാ വേരും തീയും പോകാൻ കഴിഞ്ഞപ്പോൾ കിട്ടും. ഇതിൻ്റെ കാര്യം ഓർക്കണം. ബർത്ത്ഡേയുടെ ഇതിനായിട്ട് മേടിച്ച ബലൂണാണ്. എങ്ങനെ വീർപ്പിക്കും അറിയില്ല. അയ്യോ, ഇത് സംഭവം ഇങ്ങനെ അടച്ചിട്ട് ഇതിലൂടെ വാക്കുവം കൊടുക്കണം തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം തീർക്കും. ഊരി നോക്കട്ടെ. ആഹാ, ഒരെണ്ണം പൊട്ടി. കൊള്ളാലോ സംഭവം.
പടപടാന്ന് പറഞ്ഞ എല്ലാം പൊട്ടി പോവാ. 2 പൊട്ടി. നോക്കട്ടെ. ഇതേ ചിലത് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ ഇരിക്കണം, അതുകൊണ്ടാണ് കുത്തിക്കൊള്ളുന്നുണ്ട്. ഇതിൻ്റെ കമ്പി ഉണ്ടോ? ഇതുണ്ടോ? നേരെ വെച്ചപ്പോൾ എല്ലാം പൊട്ടിപ്പോയിൻ്റെ അവസ്ഥ. സ്പൂൺ കൊണ്ട് കോരി കഴിക്കേണ്ട അവസ്ഥ. കൊള്ളാമോ? ഞാനല്ല എപ്പോഴും സ്പൂൺ കൊണ്ട് തന്നെ കഴിക്കുന്നത്. ഓ, ഒരു പരിഷ്കാരം. അല്ലെങ്കിൽ എനിക്ക് ഗ്ലൗസ് വേണം, ഞാൻ കൈ കൊണ്ട് കഴിക്കാറില്ല. കൈ കൊണ്ട് കഴിക്കാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, ഫുഡിൻ്റെ മണം പ്രശ്നമാവും ബ്യൂട്ടിക്കിടയിൽ. അതുകൊണ്ട് മൂടെ കിട്ടുമ്പോ സൂപ്പർ അല്ലേ? മനസ്സന്മാരെ പൂച്ച, ലോറി പൂച്ച. ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പതിന് ഞാൻ കഴിച്ചില്ല, ഞാനിപ്പോഴല്ലേ കഴിക്കണേ. അടിപൊളി. പോലെ പോലെ ഓരോ പേരെന്ന് പറയുകയും ചെയ്യും, പോകാൻ നേരത്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ആണോ? തരില്ല. ഇല്ല, ഞാൻ പാക്ക് ചെയ്തില്ല. പോരാ, അത് ശരിയായില്ല. കുളത്തില്ല, തന്നു താമസം ഉണ്ടാക്കിയത്. ഒരു 10 മാർക്കല്ലേ? വേണ്ട. തോരന് ഞാൻ ഒരു 10 7 തരും. 7ഒന്നും വേണ്ടേ? കുഴപ്പമില്ല, 2 3 മതിയോ? ചക്കക്കുരു മാങ്ങയും സെറ്റ് 10 9.5 ഞാൻ തരും. മോര് ഒരു 6.5 7 തരും.